ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നെന്താ വീഡിയോ എന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായി മാറിയിട്ടുണ്ടെന്ന്. ഞാൻ അവിടെ ഉള്ള കുറേ സ്റ്റിക്കേഴ്സൊക്കെ എൻ്റെ വലുപ്പിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ബൾബ് വെച്ചിട്ടാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മഷ്റൂം ബൾബാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വൈകിട്ടുണ്ട്, കുറച്ചല്ല നല്ല വൈകിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് ചാനൽ കണ്ടു ആ ഒരു മഷ്റൂം ഇങ്ങനെ ഗ്ലോ ആയി നിൽക്കുന്നത് ആ ബൾബ് കൊടുത്തപ്പോൾ ആ ഒരു റെഡ്. പക്ഷേ എനിക്ക് ആ ഒരു റെഡ് അങ്ങോട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പിങ്ക് ആ ഒരു ഷെയ്ഡാക്കാമെന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് വൈറ്റ് അടിച്ചു കൊടുത്തു. വൈറ്റ് പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ റെഡ് അടിച്ചു കൊടുത്തത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം പിങ്കായി നിന്ന്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിനും നല്ല ലൈറ്റ് പിങ്കായി. എനിക്ക് സാധാരണ എന്തെങ്കിലും മിക്സൊക്കെ പെയിൻറ്റ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് പിങ്ക് കിട്ടാറില്ല. ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈറ്റ് പിങ്ക് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ബഡ്സ് വെച്ചിട്ട് ഇങ്ങനെ വൈറ്റ് പെയിൻറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ആ ഒരു മഷ്റൂമിലത്തെ ഡോട്ട് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം. ആ ബഡ്സ് വെച്ചിട്ട് ഡോട്ടാക്കി ഇട്ടുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഞാനിപ്പോൾ കാണിച്ചത്. എൻ്റെ എല്ലാ സ്റ്റിക്കേഴ്സും ക്ലേ ഒക്കെ ഞാൻ എൻ്റെ വലിപ്പിൽ താഴെ വെച്ചിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ആക്കിയപ്പോൾ കുറേ സ്ഥലം കിട്ടി. പിന്നെ ഞാൻ ഈ ഒരു സ്കിൻ കളറിലുണ്ടല്ലോ അത് ഒന്ന് ഈ ബൾബിൻ്റെ ബാക്കി വന്ന ആ ഒരു ഭാഗം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബൾബ് രണ്ടായിട്ട് തിരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഈ ഡെസ്ക് ഡെക്കോറായിട്ട് ചെയ്യുന്നത്. ഇതൊരു ഡെസ്ക് ഡെക്കോറാണ്, ഞാനത് പറയാൻ മറന്നു. ഇതൊരു ഡെസ്ക് ഡെക്കോറാണ്, നല്ല അടിപൊളി ഡെസ്ക് ഡെക്കോറാണ്. ലാസ്റ്റത്തെ ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആയി ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു പുല്ല് പോലെ അതൊന്ന് വരച്ചെടുത്ത് കുറച്ച് പൂവൊക്കെ ഇങ്ങനെ ഡോട്ട് പോലെ ഞാൻ ഇവിടെ ടുലിപ്സ് അതാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതാണ്. അപ്പോൾ പിന്നെ എന്നും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.